السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد. ഏറെ സ്നേഹാദരങ്ങൾ നിറഞ്ഞ മുഅ്മിനീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലും പിരിയലും എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ സർവ്വവിധ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ആജിലായ ശിഫാഅ് പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവർ അല്ലാഹു അവരുടെയൊക്കെ ഖബർ സ്വർഗ്ഗപൂങ്കാവനമാക്കട്ടെ. ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഅ്മിനീങ്ങൾ അല്ലാഹു അവർക്ക് ആശ്വാസം നൽകട്ടെ. അന്തിമമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മനുഷ്യരായ നാം നിരന്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ്. വ്യത്യസ്തമായ വർക്കുകൾ ചെയ്യുന്നവർ, പല പ്രവർത്തനങ്ങൾ കാണുന്നവരുമാണ്. എന്നാൽ ചില പ്രവർത്തനങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തുകയും വളരെ നോട്ടബിളായി, വളരെ വ്യത്യസ്തമായി നമുക്ക് തോന്നുകയും നമ്മെ കണ്ണഞ്ചിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ് എല്ലാ പ്രവർത്തനങ്ങളിലേക്കും നമ്മുടെ കണ്ണുടക്കാത്തത്? ചില പ്രവർത്തനങ്ങളിൽ മാത്രം നമ്മുടെ കണ്ണ് വീണു പോകുന്നത്? അത് വളരെ നല്ല രൂപത്തിൽ അത് ചെയ്തു തീർത്തു എന്നതുകൊണ്ടാണ്. ബാധ്യതയാണ്, എൻ്റെ മേലിൽ ഇത് ചെയ്തു തീർക്കേണ്ടതാണ്, ഒരു ബാധ്യത നിറവേറ്റുക എന്ന രൂപത്തിൽ ചെയ്തു തീർക്കുന്ന പ്രവർത്തനങ്ങൾ അത് ജനങ്ങളുടെ കണ്ണുടക്കുകയില്ല, അത്ഭുതപ്പെടുത്തുകയില്ല. അത് ഒരു പക്ഷെ ചിലപ്പോൾ പെർഫെക്റ്റ് ആവാതെ വരെ വരാൻ സാധ്യതയുമുണ്ട്. എന്നാൽ മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമി ലോകത്തേക്ക് അല്ലാഹു നിശ്ചയിച്ചത് തന്നെ അല്ലാഹുവിനെ ആരാധന ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ബാധ്യതയോടുകൂടി നിർബന്ധപൂർവം ചെയ്യേണ്ട ഒരുപാട് കർമ്മങ്ങളുണ്ട്. ഐച്ഛികമായി ചെയ്യേണ്ട സുന്നത്തായ ധാരാളം കർമ്മങ്ങളുമുണ്ട്. നിസ്കാരം, നോമ്പും, ഹജ്ജും, സക്കാത്തും തുടങ്ങിയ നിർബന്ധമായ ഒട്ടേറെ അനവധി ബാധ്യതകൾ. അതോടുകൂടെ തന്നെ നമുക്ക് ചെയ്യാനുള്ള സുന്നത്തായ കർമ്മങ്ങൾ. ഈ കർമ്മങ്ങളിൽ നിന്നെല്ലാം നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നോട്ടബിൾ ആകണം. നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണം. അതിനെന്ത് വേണം? വിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഈ ഭൂമി ലോകത്ത് നിങ്ങൾക്ക് ജീവിതവും മരണവും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത് അയ്യുക്കും അഹ്സനു അമല, ആരാണ് ഏറ്റവും നല്ല കർമ്മം ചെയ്യുന്നത് എന്ന് നോക്കുന്നതിന് വേണ്ടിയാണ്. കുറേ കർമ്മങ്ങൾ ചെയ്യുക എന്നതല്ല. അങ്ങനെയാണെങ്കിൽ അയ്യുക്കും അക്സറു അമല എന്നാണ് അല്ലാഹു പറയേണ്ടിയിരുന്നത്. ഒരുപാട് ആരാണ് ചെയ്തു തീർക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടിയല്ല. അയ്യുക്കും അഹ്സനു അമല, ആരാണ് ഏറ്റവും പെർഫെക്റ്റ് ആയി നല്ല രീതിയിൽ ഒരു കുറ്റവും കുറവുമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഒരു തസ്ബീഹ് മാല എടുത്തിട്ട് നമ്മൾ എന്നിങ്ങനെ ചൊല്ലിയാൽ വേറൊരാൾ ഇപ്പുറത്ത് നിന്നുകൊണ്ട് 10 തസ്ബീഹ ചൊല്ലുന്ന അയാളുടെ കയ്യിൽ തസ്ബീഹ് മാല പോലുമില്ല. പക്ഷെ അദ്ദേഹം ചൊല്ലുന്നത് സുബ്ഹാനല്ലാഹ് 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 എന്നാണ്. നേരത്തെ പറഞ്ഞ ആൾ 100 എണ്ണം ചൊല്ലി തീർത്തിട്ടുണ്ട്. പക്ഷെ ചൊല്ലിയതൊന്നും തസ്ബീഹ് ആയിട്ടില്ലേ. അയ്യുക്കും അഹ്സനു അമല, അയ്യുക്കും അഹ്സനു അമല, ആരാണ് നല്ല കർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് നോക്കുന്നതിന് വേണ്ടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നന്മയായ നല്ല രീതിയിലായിരിക്കും. അപ്പോഴാണ് ഭൗതികവും ആത്മീയവുമായ അതിന്റെ റിസൾട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയുക. അപ്പോഴാണ് നമുക്ക് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യത ലഭിക്കുക, നാളെയുടെ ലോകത്ത് നമുക്ക് കൂലി ലഭിക്കുക. എന്ന് മാത്രമല്ല, ഇന്ന് എന്താണോ ആ അമൽ ചെയ്യുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത്, ആ ഉദ്ദേശിച്ചതിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുന്നതും നാം അല്ലാഹു പറഞ്ഞതനുസരിച്ച് നന്മയോടെ ചെയ്യുമ്പോഴാണ്. ഒരു ഉദാഹരണം, നാം എല്ലാവരും നിരന്തരം ഡെയിലി 5 വക്ത് നിസ്കാരം നിർബന്ധപൂർവം നമ്മുടെ മേൽ ബാധ്യതയായ നിസ്കാരം നിർവഹിക്കുന്നവരാണ്. ആ നിസ്കാരം നിർവഹിച്ചാൽ നമുക്ക് ലഭിക്കുന്നതിന്റെ റിസൾട്ട് എന്താണ്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അഖീമിസ്സലാ ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിങ്ങൾ നിസ്കാരം നിലനിർത്തണം. നിസ്കാരത്തിന്റെ റിസൾട്ട് അല്ലാഹു തആല പറയുന്നു, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിങ്ങളുടെ തിന്മകൾ, നീചമായ വൃത്തികൾ,
ഇതൊക്കെ ചെയ്യുന്നതിൽ നിന്ന് ആ നിസ്കാരം നിങ്ങൾക്ക് തടയിടുന്നതാണ്. ആ നിസ്കാരം നിങ്ങളെ തടഞ്ഞു നിർത്തും. ഒരു തിന്മ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നിസ്കരിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ, ജമാഅത്തിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്, പള്ളിയുമായി ബന്ധപ്പെടുന്നയാളാണെങ്കിൽ, നിങ്ങൾ ആ തിന്മ നിങ്ങൾ വേറെ ആരും നിങ്ങളെ തടയേണ്ടതില്ലേ, ആ നിസ്കാരം തന്നെ തടയും. ഇത് ഖുർആൻ നമ്മോട് പറയാം. ആ ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കും. ചിലർ പള്ളി കഴിഞ്ഞു പോകുമ്പോൾ വീട്ടിലെത്തുന്നതിന് മുമ്പ് എത്രമാത്രം തിന്മകൾ ചെയ്തിട്ടുണ്ടാവും. പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ചെന്ന് ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ പോകുന്നത്. അപ്പൊ നിസ്കാരം കഴിഞ്ഞിട്ട് അവൻ ചെയ്യുന്നത് നന്മയാണോ തിന്മയാണോ? നിസ്കാരത്തിന്റെ റിസൾട്ട് അവിടെ കിട്ടില്ല. നിസ്കാരത്തിന്റെ റിസൾട്ട് അവിടെ ഇല്ല. ചിലപ്പോ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് ബാങ്കിലേക്ക് പലിശ എടുക്കാൻ. പലിശ റെഡി ആയിട്ടുണ്ടോ, ഞാൻ തന്ന ആപ്ലിക്കേഷൻ റെഡി ആയിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നിസ്കാരം തിന്മയെ തടഞ്ഞു വെച്ചില്ല. ചിലര് പള്ളി കഴിഞ്ഞ് നേരെ പോകുന്നത് കൂടിയിരുന്നുകൊണ്ട് ഗീബത്തും നമീമത്തും പറയാൻ, ചിലപ്പോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, അല്ലെ, മറ്റുള്ളവനെ പച്ചമാംസം തിന്നതിന് വേണ്ടി. അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ നിസ്കാരത്തിന് റിസൾട്ട് ഇല്ലേ? അയ്യക്കും അഹ്സനു അമലായിട്ടില്ലേ? ആ ഇഹ്സാൻ നമുക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ അത് നമ്മുടെ ജീവിതത്തിൽ വരാത്തത്. നമ്മൾ നിസ്കരിക്കാത്തത് കൊണ്ടല്ലേ. നിസ്കരിക്കുന്നവരെന്ന് നിസ്കാരം ഉപേക്ഷിക്കുന്നവരൊന്നുമല്ല, എല്ലാവരും നിസ്കരിക്കുന്നവരാണ്. പക്ഷെ നിസ്കാരം കൊണ്ട് നമുക്ക് കിട്ടേണ്ട ഒരു റിസൾട്ട്, ആ റിസൾട്ട് എന്തുകൊണ്ട് കിട്ടിയില്ല? ആ റിസൾട്ട് കിട്ടാത്തത് ഇഹ്സാൻ ഇല്ലാത്ത നിസ്കാരമായതുകൊണ്ടാണ്. പള്ളിയിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് നമുക്ക് തിന്മയിലേക്കാണ് നമ്മെ വഴി നടത്തുന്നതെങ്കിൽ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ നിസ്കാരത്തിൽ എന്തൊക്കെയോ പിഴവുകൾ വന്നിട്ടുണ്ട്, എന്തൊക്കെയോ മോശങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇഹ്സാനോടെ നിർവഹിക്കണം എന്ന ബോധം, അതാണ് ഖുർആൻ പറഞ്ഞത്. നാളെ നിങ്ങളുടെ മുന്നിൽ, അള്ളാഹുവിന്റെ മുന്നിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നത് ഇഹ്സാനോടെയുള്ള കർമ്മങ്ങളാണ് എന്നാണ്. ഇന്നിപ്പോ പൊതുവായ ധാരണ തന്നെ എന്താണ്? നിസ്കരിച്ചാൽ മതി, പിന്നെ എന്ത് തെറ്റ് ചെയ്താൽ കുഴപ്പമില്ല എന്നാണ്, അല്ലേ? നിസ്കരിച്ചാൽ മതി, പിന്നെ എന്ത് തിന്മ ചെയ്താലും അയാളെ ന്യായീകരിക്കാൻ കുറെ ആളുകൾ ഉണ്ടാവും. അയാൾ നിസ്കരിക്കുന്നുണ്ടല്ലോ. അങ്ങനെയല്ല. അദ്ദേഹം ചെയ്യുന്ന തിന്മയും അതിന്റെ ശിക്ഷയും അതൊക്കെ അല്ലാഹു തീരുമാനിക്കും. പക്ഷെ നിസ്കരിച്ചാൽ മറ്റു തിന്മകൾ ചെയ്യാനുള്ള ലൈസൻസ് ഇല്ല. നിസ്കാരം മറ്റുള്ള തിന്മകളെ തടഞ്ഞു നിർത്തുന്ന നിസ്കാരമാവണം. അല്ലാഹു അത്തരത്തിലുള്ള നിസ്കാരമാക്കി മാറ്റുമാറാവട്ടെ. മഹാനായ സയ്യിദുനാ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു തങ്ങളവരോട് ചോദിക്കപ്പെടുകയാണ്. മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് തങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് ഇഹ്സാനോടെ കാര്യങ്ങൾ നിർവഹിക്കുക എന്നതിന്റെ മീനിങ് എന്താണ്? അതിന്റെ ഡെഫിനിഷൻ എന്താണ്? എന്താണതെന്ന് കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് ഫുദൈൽ ഇബ്നു ഇയാദ് തങ്ങളോട് ചോദിക്കുമ്പോൾ അവിടെന്ന് പറഞ്ഞു, ഏറ്റവും ഇഖ്ലാസോടുകൂടെ ഒരു കർമ്മം നിർവഹിക്കണം, ശരിയായ രീതിയിലും നിർവഹിക്കണം. ഒരാൾ നല്ല ഇഖ്ലാസോടെയാണ് നിർവഹിച്ചത്, നല്ല ആത്മാർത്ഥതയോടെയാണ് അമൽ ചെയ്തത്. പക്ഷേ അദ്ദേഹം നിർവഹിച്ചപ്പോൾ അത് ശരിയായ രീതിയിലല്ല, എന്നാൽ അത് അല്ലാഹുവിന് വേണ്ട സ്വീകരിക്കപ്പെടൂല. ഇനി നല്ല രീതിയിൽ തന്നെയാണ് നിർവഹിച്ചത്, പക്ഷേ ആ മനുഷ്യൻ ഇഖ്ലാസ് ഇല്ലാതെയാണ് നിർവഹിക്കുന്നതെങ്കിലും അല്ലാഹുവിന് വേണ്ട. അനവറുകൾ പറയാണ്. ഇത് കേട്ടപ്പോൾ സദസ്സിൽ നിന്ന് ചോദ്യമുയർന്നു, എന്താണ് ഇഖ്ലാസ്? വമാ അഖ്ലസു വമാ മാ ഹിയൽ ഖാലിസ്? എന്താണ് ഖാലിസ്? മാ ഹുവൽ ഖാലിസ്? എന്താണ് ഖാലിസ്? എന്താണ് ഖാലിസ്? എന്താണ് അസ്വബ് എന്ന് പറഞ്ഞത് കൊണ്ടുള്ള അർത്ഥം മഹാനവറുകൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അൽ ഖാലിസു, ആത്മാർത്ഥതയുള്ള അമൽ എന്ന് പറഞ്ഞാൽ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയെ ലക്ഷ്യമാക്കിക്കൊണ്ട് മാത്രമാവുക നിന്റെ എല്ലാ പ്രവർത്തനവും. ഏതൊരു പ്രവർത്തനം നീ ചെയ്യുമ്പോഴും ലിവജ്ഹില്ലാഹിൽ കരീം, പടച്ചോന് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്ന ഒരു ലക്ഷ്യം മാത്രമേ നിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നിയ്യത്തുണ്ടാവാൻ പാടുള്ളൂ. ഒരു ചാരിറ്റി ചെയ്യുമ്പോൾ, നിസ്കരിക്കുമ്പോൾ, സദഖ നിർവഹിക്കുമ്പോൾ, പൊതുപ്രവർത്തനം നടത്തുമ്പോൾ, നിന്റെ ഏതേത് പ്രവർത്തനമാണെങ്കിലും ആ പ്രവർത്തനങ്ങളിലെല്ലാം വരേണ്ട നിയ്യത്തിൽ വജ്ഹില്ലാഹിൽ കരീം, പടച്ച തമ്പുരാന് വേണ്ടി മാത്രമാണ് ഞാനിത് നിർവഹിക്കുന്നത് എന്ന ബോധമാണ്. അത് വരുമ്പോഴാണ് ഇഖ്ലാസുള്ള പ്രവർത്തനമാവുക. നാളെ പത്രത്തിൽ എന്റെ പേര് വരണം, കട്ടൗട്ടുകളിൽ എന്റെ പിക്ചർ വരണം, സ്റ്റാറ്റസുകളിൽ ഞാൻ നിറഞ്ഞു നിൽക്കണം, നാലാള് കാണുമ്പോൾ നല്ല ചാരിറ്റിക്കാരനാണെന്ന് പറയണം.
നാലാള് കാണുമ്പോൾ നിസ്കരിക്കുന്നവനാണെന്ന് പറയണം. ഇങ്ങനെ ഏതെങ്കിലും ഒരു നിയ്യത്ത് നമുക്ക് ഭൗതികമായി ഞാനും നിങ്ങളും അതിൽ ലക്ഷ്യമാക്കിയുണ്ടോ? അമല് എനിക്കും നിങ്ങൾക്കും നാളെ ആഖിറത്തിൽ ലഭ്യമല്ല. അത് ഇഹ്സാനുള്ള കർമ്മമല്ല. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ല, മൻ കാന യുരീദു ഹർസൽ ആഖിറ. ആഖിറത്ത് ഉദ്ദേശിച്ച് ആരാണോ ഇവിടെ കൃഷിയിടത്തിൽ ശക്തമായ രൂപത്തിൽ കൃഷി ചെയ്തത്, ആരാണോ കൃഷി ഇറക്കിയത്, നസിദ് ലഹു ഫീ ഹർസിഹി, അവന് നാം വർദ്ധനവ് നൽകും. ആഖിറത്തിലേക്ക് ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ അല്ലാഹു നൽകും. വമൻ കാന യുരീദു ഹർസദ് ദുനിയ, ദുനിയാവിനെയാണ് അവൻ ലക്ഷ്യമാക്കിയത്, ഭൗതികമായ ലക്ഷ്യങ്ങളോടുകൂടെയാണ് അവൻ ജീവിച്ചതെങ്കിൽ നുഅ്തിഹി മിൻഹാ, ഈ ദുനിയാവിൽ വെച്ച് അവൻ അതിന്റെ റിസൾട്ട് കിട്ടും. ആളുകളൊക്കെ പ്രശംസിച്ചിട്ടുണ്ടാവും, പോസ്റ്ററുകളിലൊക്കെ പേര് വന്നിട്ടുണ്ടാവും, അവനെ കാണുമ്പോൾ നാലാളുകൾ ഷറാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ആഖിറത്തിൽ അതിന്റെ കൂലി അന്വേഷിച്ച് ഇങ്ങോട്ട് വരേണ്ടതല്ല എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു പറയാണ്, ആഖിറത്തിലേക്ക് അതിന്റെ കൂലി അന്വേഷിച്ചിട്ട് വരേണ്ടതില്ല. അപ്പൊ ഇഹ്സാനോടെ നിർമ്മിക്കാൻ നമ്മുടെ അമലുകൾ ഇഹ്സാനോടെ ആകാനുള്ള ഒന്നാമത്തെ കാര്യം അഖ്ലസുഹു, അത് ഇഖ്ലാസുള്ള അമലാവുക എന്നതാണ്. രണ്ടാമത് അസ്വബഹു, അത് ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കുക എന്നതാണ്. നല്ല രീതിയിൽ നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മഹാനായ ഹുസൈൻ ബിൻ ഇയാദ് തങ്ങൾ പറയാണ്, അയ്യകൂന അല സുന്നത്തി, സുന്നത്ത് അനുസരിച്ചാവണം. എങ്ങനെയാണോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ നമ്മോട് നിർവഹിക്കാൻ പറഞ്ഞതുപോലെയാവണം. നമ്മുടെ നിസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ കർമ്മങ്ങളൊക്കെ അതൊക്കെ ചിട്ടവട്ടത്തോടുകൂടെ ഇതിന്റെ വാജിബാത്തുകൾ, ഇതിന്റെ റുക്നുകൾ, ഇതിന്റെ സുന്നത്തുകൾ എല്ലാം കൃത്യമായും പഠിച്ചുകൊണ്ട് ഞാനും നിങ്ങളും നിർവഹിക്കണം. അല്ലെ, എല്ലായിടത്തും നമ്മൾ അപ്ഡേറ്റ് ആണ്. പക്ഷെ നമ്മളെ നിസ്കാരം എപ്പോഴും അപ്ഡേറ്റ് ആയിട്ടുണ്ടാവില്ല. നമ്മുടെ ഡയറി നിർവഹിക്കുന്ന നിസ്കാരം, അല്ലെ, ഭക്ഷണം അപ്ഡേറ്റ് ആയിട്ടുണ്ട്, വസ്ത്രം അപ്ഡേറ്റ് ആയിട്ടുണ്ട്, വീട് അപ്ഡേറ്റ് ആയിട്ടുണ്ട്, എല്ലാം നിരന്തരം ആഴ്ചയിലും മാസത്തിലും വരുന്ന ഫോണിലെ അപ്ഡേഷനുകളൊക്കെ കൃത്യമാണ്. പക്ഷേ നമ്മുടെ നിസ്കാരം ഇന്ന് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവില്ല. CCTV ക്യാമറയുള്ള ഒരു പള്ളിയിൽ നമ്മൾ നിസ്കരിച്ചതിന് ശേഷം അതിന്റെ ഫുട്ടേജ് ഒന്ന് എടുത്തു നോക്കിയാൽ നിസ്കാരത്തിൽ എവിടെയൊക്കെയാണ് നമ്മളെ കഞ്ഞു പോകുന്നത്, എവിടെയൊക്കെയാണ് നമ്മൾ മാന്തിയിട്ടുള്ളത്, ചൊറിഞ്ഞിട്ടുള്ളത് എന്നാണ്, എന്തൊക്കെയാണ് നമ്മൾ നിസ്കാരത്തിന്റെ അവസ്ഥ എന്ന് കാണാം. എത്ര പെട്ടെന്നാണ് നമ്മൾ നിർവഹിക്കുന്നത് എന്ന് കാണാം. ഇതിനെ കുറിച്ചൊരു ചിന്തയും ഒരു മാറ്റം എന്ന ബോധം നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അപ്ഡേറ്റ് ആവണം. ഒരു ദിവസം ഒരു തെറ്റെങ്കിലും നമ്മൾ തിരുത്തിയിരുന്നെങ്കിൽ 365 ദിവസം കൊണ്ട് നമ്മൾ നിസ്കാരം ശരിയല്ലേ? ഒരു വർഷം കൊണ്ട് റെഡിയാവൂലേ? ഇത് മരണം വരെ നിർവഹിക്കാനുള്ളതല്ലേ? ഇതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ അടുക്കൽ കുറെ അമലുകൾ ചെയ്യുക എന്നതല്ല അഹ്സനുഹും, അതിൽ നിന്ന് ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കുന്നവരെക്കാണ് നാളെയുടെ ലോകത്ത് അല്ലാഹു സ്ഥാനം നൽകുന്നത്. അതുകൊണ്ട് നല്ല രൂപത്തിലാവണം. മൂന്നാമത്, നമ്മുടെ കർമ്മങ്ങൾ നന്മയിലാവാൻ മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ഖുശൂ, ഭയഭക്തിയോടുകൂടെ നിർവഹിക്കുകയാണ്. എന്താണ് ഭയഭക്തി? മഹാനായ മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് ഒരിക്കൽ മനുഷ്യരൂപത്തിൽ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. മലക്കിന്റെ കോലത്തിലല്ല വരുന്നത്. സ്വഹാബത്ത് അന്താളിച്ചു പോയ വലിയൊരു ഹദീസാണ്. പരിചയമില്ലാത്ത ഒരു മുഖം, യാത്രയുടെ ക്ഷീണം കാണാത്ത വളരെ സുമുഖനായ ഒരു ചെറുപ്പക്കാരന്റെ മുഖത്തിൽ വന്ന് റസൂലുള്ളാഹിനോട് ചോദിച്ച ചോദ്യത്തിൽ ആദ്യം ചോദിക്കുന്നത് ഇസ്ലാം എന്താണ് നബിയെ, ഈമാൻ എന്താണ് നബിയെ, എല്ലാം പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, വമൽ ഇഹ്സാൻ, നബിയെ എന്താണ് ഇഹ്സാൻ? ഇഹ്സാൻ എന്താണ്? അഹ്സനുഹു അമല, അയ്യുകും അഹ്സനു അമല. എന്താണ് ഇഹ്സാൻ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നീ എന്ത് ചെയ്യണം? അൻതഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അല്ലാഹുവിനെ ആരാധിക്കേണ്ടത് അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ പടച്ച റബ്ബ് എന്നെ കാണുന്നുണ്ട്, എനിക്ക് അല്ലാഹുവെ കാണാൻ കഴിയുന്നില്ലെങ്കിലും എന്ന ബോധത്തോടുകൂടെയാണ്. നിസ്കാരത്തിലേക്ക് ഇങ്ങനെ കൈകെട്ടുമ്പോ അല്ലാഹു എന്നെ കാണുന്നുണ്ട്, കളിയൊന്നും നടക്കൂല. സദഖ കൊടുക്കുമ്പോ, നല്ല കർമ്മങ്ങളിൽ നമ്മൾ ഏർപ്പെടുമ്പോ നമ്മൾ അതിൽ നിയ്യത്തുകൾ മാറ്റിവെച്ചാൽ, ഭൗതിക താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ജനങ്ങൾ അതുകൊണ്ട് അറിയുന്നുണ്ടാവണമെന്നില്ല. പക്ഷെ അല്ലാഹു എല്ലാം അറിയുന്നുണ്ട് എന്ന ബോധത്തോടുകൂടെ ആയിരിക്കണം നമ്മുടെ പ്രവർത്തനം. അപ്പോഴാണ് നമ്മുടെ ഇഹ്സാനോടെയുള്ള അമലാവുകയുള്ളത്.
അപ്പോഴാണ് നമ്മുടെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇന്നർ റജുല ലയൻസരിഫു വമാ കുതിബ ലഹു ഇല്ലാ ഉശ്റു സ്വലാത്തിഹി തുസ്ഉഹാ തുമുനുഹാ സുബഉഹാ സുദുസുഹാ ഖുമുസുഹാ റുബഉഹാ സുലുസുഹാ നിസ്ഫുഹാ. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഓരോരുത്തരും പള്ളിയിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പുറത്തു പോകുമ്പോ ചില ആളുകൾക്ക് കിട്ടിയിട്ടുള്ളത് നിസ്കാരത്തിന്റെ 10-1 അവന്റെ അക്കൗണ്ടിൽ വന്നിട്ടുള്ളൂ. ചിലർക്ക് 9-1, ചിലർക്ക് 8-1, 7-1, 6-1, 5-1, 3-1, 2-1, 2-1, ഇങ്ങനെ തുടങ്ങി. ഇങ്ങനെയാണ് ഓരോരുത്തർക്കും അക്കൗണ്ടിൽ വന്നിട്ടുള്ളത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് പൂർണ്ണമായും ആ നിസ്കാരം കിട്ടിയിട്ട് പറഞ്ഞ ആളായിരിക്കും. എന്തേ കാരണം? ഇതിൽ കുറെ കാര്യങ്ങൾ ഈ പറഞ്ഞവർക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പൊ അതുകൊണ്ട് ഇഹ്സാനോടെ നമ്മൾ കർമ്മങ്ങൾ നിർവഹിക്കണം. ചടപട എന്ന് പറഞ്ഞ് ഓടി വന്ന് നിസ്കരിച്ച് തിരിച്ചു പോകുന്ന വിധത്തിലാവരുത്. അപ്പൊ നമുക്ക് ഇഹ്സാനോടെ കർമ്മം നിർവഹിക്കാൻ കഴിയൂല. നമ്മുടെ തുമീനത്തുകൾ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയുള്ള നിസ്കാരം കൊണ്ട് ഒരു ഉപകാരവും നമുക്ക് ലഭിക്കൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇതിന് ഉദാഹരണം തന്നെ തങ്ങളവர்கள் പറഞ്ഞത് എന്താണെന്നറിയോ? കാക്ക ആ തന്റെ കൊക്ക് കൊണ്ട് രക്തത്തിൽ കൊത്തുന്നത് പോലെ നിസ്കരിക്കുന്ന ചില നിസ്കാരക്കാരുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഒരാള് വന്നിട്ട് മദീനത്തെ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുക, ഓടി വന്ന് നിസ്കരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓ പോയിട്ട് നിസ്കരിക്കുക, ഇന്നകലം തുസല്ലി, നിസ്കരിച്ചിട്ടില്ലേ? പോയി നിസ്കരിച്ചു പോ. ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. നിസ്കരിച്ചു വരാനല്ലേ പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞതല്ലേ, പോയി നിസ്കരിച്ചു. രണ്ടാമത് നിസ്കരിച്ചു വന്നപ്പോൾ പറഞ്ഞു, ഫഇന്നകലം തുസല്ലി, നിസ്കരിച്ചിട്ടില്ല, പോയി നിസ്കരിച്ചു വാ. മൂന്നാമതും അത് ആവർത്തിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ ഇതുപോലെ അല്ലാതെ എനിക്ക് നിസ്കരിക്കാൻ അറിയൂല, എങ്ങനെയാണ് എന്റെ നിസ്കാരം നന്നാക്കേണ്ടതെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോഴാണ് അവിടെ നിന്ന് പറഞ്ഞത്, മോനെ നീ നിസ്കരിക്കുന്ന അവസരത്തിൽ തുമുഅ്നീനത്ത് എന്ന് പറഞ്ഞ ഒരു കർമ്മമുണ്ട്, അത് നീ കൃത്യമായി നിർവഹിക്കണം. റുകൂയിലേക്കാണ് പോകുന്നു, അവിടെ ഒരു നൃത്തം, ഒരു സുബ്ഹാനല്ലാഹ് ഖദർ പോലും ചിലർ കിട്ടുന്നില്ലെങ്കിൽ ആ റുക്കൂ പോയി, സുജൂദ് പോയി, ഓടി വരിക. 2 റക്അത്ത് നിസ്കരിക്കാൻ എന്തായാലും 2 മിനിറ്റെങ്കിലും വേണ്ട, അതുപോലും എടുക്കൂല. 1 മിനിറ്റ് കൊണ്ട് 2 റക്അത്ത്, 4 റക്അത്ത് നിസ്കരിക്കുക 1.5 മിനിറ്റ് കൊണ്ട് കിട്ടൂല. നിസ്കാരം നിർവഹിച്ചു വെച്ചാൽ അവന് റാഹത്ത് അൽഹംദുലില്ലാഹ് നിസ്കരിച്ചിട്ടുണ്ട് പറയാന്നല്ലാതെ അത് കിട്ടിയിട്ടില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി പറയാം. അതുകൊണ്ട് ഇഹ്സാനോടെ കാര്യങ്ങൾ നിർവഹിക്കണം. വിശാലമാണ് ഈ സംഭവം, വിശദീകരിക്കാൻ ഒരുപാടുണ്ട്. മറ്റൊന്ന്, നമ്മുടെ കർമ്മങ്ങളൊക്കെ ഇഹ്സാനിലാവാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. ഇതാണല്ലോ നിസ്കാരത്തിന്റെ ശേഷം നമ്മൾ ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം, അല്ലാഹു എന്നെ സഹായിക്കണം. അലാ ദിക്രിക, നിനക്ക് ദിക്ർ ചെയ്യാൻ, വശുക്രിക, നിനക്ക് നന്ദി ചെയ്യാൻ, വഹുസ്നി ഇബാദതിക, നിനക്ക് ഇബാദത്തുകൾ നന്നാക്കാൻ. ഇബാദത്ത് ചെയ്യാനെന്നല്ല, നിന്റെ ഇബാദത്ത് ചെയ്യാനെന്നല്ല പറഞ്ഞത്, വഹുസ്നി ഇബാദതിക, നിനക്ക് നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതൊക്കെ സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു മാറ്റങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു സഹോദരി വീടില്ല, അത് പറഞ്ഞു